പേരെങ്ങനെയായിരുന്നു? എന്താ ചെയ്യുന്നത്? സ്പിന്നിംഗ് മില്ല് എന്ന് പറഞ്ഞാൽ എന്നാ ജോലിയൊക്കെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പഞ്ഞി കൊണ്ടുവന്നിട്ട് അത് നൂലാക്കി കോട്ടൺ നൂല്, പോളിസ്റ്റർ നൂല്, പല കളറിങ്ങനെ കിട്ടും. ഇല്ല, നമുക്ക് ഒറ്റ കളർ ചെയ്യുന്നത്. കളറെല്ലാം ചെയ്യുന്നത് കോയമ്പത്തൂര് നമ്മുടെ സെന്റർ. നമ്മൾ നൂല് മാത്രം പ്രൊഡക്ഷൻ, വൈറ്റ് നൂല് മാത്രം കയറ്റുള്ളൂ. ഇന്നലെ കൊണ്ട് എനിക്ക് ഏകദേശം മനസ്സിലാക്കണം ചേട്ടായി എന്തൊക്കെയോ അല്ലേ, ഒരു 6th സെൻസ് ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ എല്ലാം പിടിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഏകദേശം ഉണ്ടെന്നുള്ള മനസ്സിലായി കാണും അല്ലേ? അപ്പൊ ഇന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് പരീക്ഷ നോക്കണം. ഓക്കെ ആയി കഴിഞ്ഞ് സക്സസ് ആയാൽ ഓക്കെ, ചിലപ്പോൾ സക്സസ് ആകാം, ചിലപ്പോൾ സക്സസ് ആകാതിരിക്കാം. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ വിരളം ഞൊടിക്കുന്ന സെക്കൻഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. റെഡി? എന്നെ കണ്ണോട് തന്നെ നോക്കി. ഷർട്ട് കൊള്ളാലോ, അടിപൊളിയാണല്ലോ ഷർട്ട്. സൂപ്പറാണ്. ഇന്ന് ജോലിക്ക് പോയില്ലേ? രാവിലെ എന്നാ കഴിച്ചേ? രാവിലെ കഴിച്ചത് കറി എന്നായിരുന്നു? പരിപ്പ് കറി. ആ കൂട്ടത്തിൽ പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അല്ലേ? പരിപ്പ് കറി ഉണ്ടായിരുന്നു, സമ്മതിച്ചു. പിന്നെ കൂടി എന്തോ കാണുമല്ലോ അല്ലേ? ആ സാധനത്തിന് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കറിക്കകത്ത് സെക്കൻഡ് എന്തോ കറി ഉണ്ടായിരുന്നു, എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ഉപയോഗിച്ചിരുന്ന മെയിൻ സാധനം എന്താണെന്ന് മനസ്സ് ശരിക്കും ആലോചിക്കും. ഓക്കെ, ആലോചിച്ചോ. എന്നിട്ട് ആ സാധനം, ആ വസ്തു എന്താണോ അത് ഫ്രണ്ടിലൊരു സ്ക്രീനുണ്ട്. ഇപ്പം എബിന്റെ ഫ്രണ്ടിൽ ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ ആ സാധനത്തിന്റെ പേര് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം. ഓക്കെ, എനിക്കിവിടെ ഒരു ഊഹമുണ്ട്, അത് എന്തായിരിക്കും എന്ന് എനിക്കൊരു ഊഹമുണ്ട്. ഓക്കെ, ഞാനത് ഈ പേപ്പർ എഴുതി, ആ പേപ്പർ എഴുതി ഈ ഗ്ലാസ്സിൽ ഇട്ടു. ഓക്കെ, അവിടെ വെക്കട്ടെ, ഗ്ലാസ്സിൽ ഇട്ടു. ഇനി പറഞ്ഞു അതെന്താക്കണം അവസ്ഥ? തക്കാളി. തക്കാളിയാണ്. അത് കഴിഞ്ഞ് ഇന്ന് വേറെ എന്തായിരുന്നു പരിപാടി? ഓക്കെ, കൂട്ടുകാരെയൊക്കെ ഫോണൊക്കെ വിളിച്ച് കാണുമല്ലോ അല്ലേ? ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി ആയിരിക്കാം ഫോൺ വിളിച്ചത് അല്ലേ? ആ ഒരു കൂട്ടുകാരന്റെ പേര് ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പൊ എത്ര 10-20 കോൾ വിളിച്ച് കാണും, ചിലപ്പോൾ 2 കോളെ വിളിച്ച് കാണത്തുള്ളൂ. പക്ഷെ ആ 2 കോൾ വിളിച്ചെങ്കിലും 20 കോൾ വിളിച്ചെങ്കിലും അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരന്റെ പേര് മനസ്സിലായിരിക്കാം. ഓക്കെ, ആ കൂട്ടുകാരനിപ്പം ഇവന്റെ അടുത്തിരിപ്പുണ്ട്. ആയിക്കോട്ടെ, ഓക്കെ, ആ കൂട്ടുകാരന്റെ പേര് മനസ്സിലാലോചിച്ചോ? ശരിക്ക് എന്റെ കണ്ണിലോട്ട് നോക്കിക്കോളൂ, എന്റെ കണ്ണിലോട്ട് നോക്കിക്കോളൂ. ഓക്കെ, എനിക്കൊരു ഊഹമുണ്ട് ഏത് കൂട്ടുകാരന്റെ പേരായിരിക്കും എന്നൊരു ഊഹമുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് ഇട്ടു. ഇനി പറഞ്ഞു ആ കൂട്ടുകാരന്റെ പേര്, ഈസി ആയിട്ട് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ 3 വസ്തു വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ടോയ് കാർ വെച്ചിട്ടുണ്ട്, ഒരു മൊബൈൽ വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം, എബിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം എടുത്ത് ചേട്ടാക്കി തരണം. ഇപ്പൊ എടുക്കരുത്, ഞാൻ പറഞ്ഞു എടുക്കാവുള്ളൂ. ഏതായിരിക്കും അതിനകത്ത് ലാസ്റ്റ്? എനിക്കൊരു ഊഹമുണ്ട് ഇതിനകത്ത് ഏതൊക്കെ ആയിരിക്കും ഞാൻ പറയുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്നത്, ഞാൻ പറയുന്ന സമയത്ത് ഇവിടെ കാണുന്നത്, അങ്ങനെയുള്ളൊരു ഊഹം എനിക്കുണ്ട്. മനസ്സിലായോ? ഞാനിവിടെ എഴുതിയ സാധനം
ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഓർമ്മ എടുത്തത് എന്തിനാ എൻ്റെ കയ്യിലുള്ളത് മൊബൈലാണ് ഏറ്റവും മാറി ചിന്തിക്കാൻ അവസരമുണ്ട്. ഒന്നുകൂടി ചിന്തിക്കാം, ചിന്തിച്ച് വേണമെങ്കിൽ മാറ്റാം. ശരിക്കും ആലോചിച്ചിട്ടാണ്. ഓക്കെ, എനിക്ക് തന്നു ഇത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം താങ്കൾ എടുക്കുക. ഇതിനകത്തുനിന്ന് ഇപ്പം രണ്ടെണ്ണം വെച്ചുണ്ട്. ഇതിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം താങ്കൾ എടുക്കുക. എടുത്തു, ഏതാണെന്ന് എടുത്തു. എടുത്തല്ല, മാറി ചിന്തിക്കാൻ അവസരമൊന്നുമില്ല, ഓപ്ഷനൊന്നുമില്ല. ഇല്ല. അപ്പം എനിക്കുള്ള സാധനം എടുത്തു തന്നു. യബിന് ഇഷ്ടമുള്ള സാധനം ഞാൻ എടുത്തു. ഇവിടെ അവസാനം ഏതായിരിക്കും മിച്ചം വരുന്നതെന്ന്, ഈ ടേബിളിൽ ഏതാണ് മിച്ചം വരികയെന്ന് എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു. മനസ്സിലായോ? നമുക്ക് ഇനി അത് ഒന്ന് നോക്കാം. ഓക്കെ, നോക്കണം കേട്ടോ. ഫസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു? കറിയാണ്, ഇഷ്ടമുള്ള കറിയാണ് അവർക്ക് അല്ലേ? അതിനകത്ത് എന്നായിരുന്നു കറി? എന്നായിരുന്നു? തക്കാളി അല്ലേ? ഇതെന്താ എഴുതിയേക്കുന്നത്? തക്കാളി ആണല്ലോ. ആണോ? ശരിക്കും ആണോ? കണ്ടോ? തക്കാളി അല്ലേ? ഓക്കെ ഓക്കെ. ഇനി സെക്കൻഡ് എന്തായിരുന്നു പറഞ്ഞേ? കൂട്ടുകാരന്റെ പേര് അല്ലേ? എന്തായിരുന്നു കൂട്ടുകാരന്റെ പേര്? ജിനു. ഇതെന്താ എഴുതിയിരുന്നത്? ജിനു ആണോ? ജിനു. ഓക്കെ. ഇനി മൂന്നാമത് ഒരു സാധനം മിച്ചം വരുമെന്ന് ഞാൻ പറഞ്ഞു. ചിലപ്പോൾ തെറ്റാം, ചിലപ്പോൾ ശരിയാകാം അല്ലേ? നമ്പർ 3 ഞാൻ ഇവിടെ നമ്പർ എഴുതിയിട്ടുണ്ട്. നമ്പർ എഴുതിയിട്ടുണ്ട്. മൂന്നാമത് വരാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളൊരു നമ്പർ ചെയ്ത് കേട്ടോ. നമ്പർ കണ്ടോ? കണ്ട്. പിന്നെ എഴുതിയിരുന്നു കാർ.